മാന്യ സദസ്സിന് നമസ്കാരം. വിശപ്പ് സഹിച്ചവനെ കച്ചവടത്തിന് മധുരം അറിയുമെന്ന് ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്? ഇഷ്ടപ്പെട്ട ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെ ഉണ്ട് ഒരു കൊച്ചു ബാലന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്ത് കൊച്ചു ഗ്രാമത്തിൽ ഓലമേന കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. ആ ബാലന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു. കഷ്ടപ്പാടും ദാരിദ്ര്യവും മാത്രമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കൊണ്ട് അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട് കുട്ടന മുഖത്തോട്ട് അവൻ്റെ അമ്മക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്ന പേരുള്ളൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓണ്ടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറം. ഇത് കേട്ടതും കുട്ടൻ അതിശയത്തിൽ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? അപ്പം ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ എന്നെ നിന്റെ വീട്ടിലോട് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെ വിട്ട് അവന്റെ വീട്ടിലോട് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ അതിശയത്തിൽ പറഞ്ഞു, ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അവർ വാതിൽ തുറന്നതും ബൗ ബൗ നോക്കുമ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്ടിൽ വലിയ നായ്ക്കുട്ടി. അതിനു മുന്നിൽ എന്താണെന്നോ? വലിയ പാത്രത്തിൽ നിറച്ചും ഭക്ഷണം. ഇത് കണ്ടതും കുട്ടൻ്റെ വായ കൊത്തി വന്നു. ഒരു ദിവസം സ്കൂളിൽ എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാണ്? കുട്ടൻ ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്നാൽ ചിരിയധികം നേരം നീണ്ടു നിന്നില്ല. അവൻ്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും മനസ്സിലാക്കി കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടെങ്കിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം.